ഇവിടെ പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയ ആൾക്കാരുടെ കണക്കുകൾ 1957 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ കാലഘട്ടങ്ങളിലുള്ള ഓരോരുത്തരും പറഞ്ഞാൽ മണിക്കൂറുകളെടുക്കും. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 95,300 രക്തസാക്ഷികളുടെ പേര് ഇന്ത്യ ഗേറ്റിൽ ഡൽഹിയിൽ ആറിൽ ചെന്നാലും കാണാം. ഓരോ കല്ലിൽ വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആ കല്ലിൽ എഴുതി വെച്ചേക്കുന്നതിൽ 65% മുസ്ലിങ്ങളാണ്. അതായത് 61,945 മുസ്ലിം പേരുകളാണ് ആ കല്ലിലുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് ആരാണ് നാം ആലോചിക്കണം. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വിടുപണി ചെയ്തവരാണ് ഇവിടുത്തെ RSSകാരും മോദിയുടെ ഉപ്പാപ്പമാരും അമിത്ഷായുടെ വാപ്പാമാരും. ഇത് നാം ആലോചിക്കണം. ഇന്ന് അവർ പറയുന്നു നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ, നിങ്ങൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകൂ, ഇന്ത്യ ഞങ്ങളുടേതാണ്. ഇവരെവിടെ നിന്ന് വന്നവരാണ് എന്ന് നമുക്കറിയാം. അബ്രഹാമിൻ്റെ കഥ പരിശോധിച്ചാൽ, ഇങ്ങോട്ട് നോക്കിയാൽ, ഓരോ ചരിത്രങ്ങളും പരിശോധിച്ചാൽ ഇവരെങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത്. ഇവിടെ വന്ന് ഇവിടുത്തെ തെക്കേ ഇന്ത്യയിലുള്ള പാവപ്പെട്ട ഇന്ത്യക്കാരെ മുഴുവനും ഒന്നടുക്കി കളയാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവരുടെ മുന്നോട്ടൊക്കെയുള്ള പോക്ക്. ഇവിടുത്തെ ഒരു ചെറിയ വിഭാഗം വരുന്ന ഇവിടുത്തെ ബ്രാഹ്മണ വിഭാഗം, അവർ മാത്രം രാജ്യത്ത് ജീവിച്ചാൽ മതി, ബാക്കി എല്ലാവരെയും ഒന്നിച്ച് തകർത്ത് കളയാം. നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ അയൽ വീടുകളിൽ നെൽപ്പാടങ്ങളും കൃഷിയും ഉള്ള സ്ഥലത്ത് നെല്ല് കൃഷി കൊണ്ടുവരും പാവപ്പെട്ട പട്ടികവർഗക്കാർ. അവർ നെല്ലെല്ലാം നല്ലതുപോലെ അടിച്ച് കൃഷി ചെയ്ത് ഏമാൻ്റെ അറയ്ക്കകത്ത് ഇട്ട് കൊടുത്താൽ അവർക്ക് അല്പം കഞ്ഞി കൊടുക്കും. ആ കഞ്ഞി എവിടാ കൊടുക്കുന്നത്? തറ കുഴിച്ച് വാഴയിലയിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കും. കാര്യം പാത്രം കൊടുക്കില്ല, അവരകത്തോട്ട് കയറ്റില്ല. നെല്ല് കൊണ്ട് കൂട്ടാം, നെല്ല് അവർക്ക് കുത്തി കൊടുക്കാം, അവർക്ക് തിന്നാം. ആ സ്ഥിതി ഇന്ത്യയിൽ ഇനിയും വരുത്തണം. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ചെയ്തികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞു ഇന്ത്യക്ക് ഒരു മൊട്ടുസൂചി പോലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ മൊട്ടുസൂചി മുതൽ ഇന്ന് ലക്ഷക്കണക്കിന് കോടിയുടെ അവതരിപ്പിക്കാൻ ഇന്ത്യ രാജ്യത്ത് ജനങ്ങളുടെ കൂട്ടായ്മയാണ്, ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടിയാണ് വാസ്തവത്തിൽ ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇവിടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിനാദ്യം യുദ്ധം ചെയ്തത് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദരലിയാണ് ആദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ അന്ന് സമരം ചെയ്തതും അവർ ബ്രിട്ടീഷുകാരെ തുരത്തിയതും. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ പല ആൾക്കാരുടെ പേരെയും പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം രാജാക്കന്മാരായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തത്. 700-800 വർഷക്കാലം ഇവിടെ മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചു. അന്നും ഇന്ത്യയിൽ ഹൈന്ദവ സമുദായമായിരുന്നു ബഹുഭൂരിപക്ഷം. ആ 800 വർഷം ഭരിച്ച ഇവിടുത്തെ മുഗൾ ചക്രവർത്തിമാർക്ക് ഇതൊരു ഇസ്ലാമിക രാഷ്ട്രം ഒരു സ്ഥിതി മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് നാം എല്ലാം കേട്ടതാണ്, പത്രങ്ങളൊക്കെ വായിച്ചതാണ്. ഈ നരേന്ദ്രമോദി വന്ന് അധികാരത്തിൽ കയറ്റിയതിന് ശേഷം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കടക്കണിയിൽ നിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ, ഇവിടുത്തെ നോട്ട് നിരോധനത്തിലൂടെ ഈ രാജ്യത്തുണ്ടായ കൊച്ചു കൊച്ചു കച്ചവടക്കാർ കൊച്ചു കൊച്ചു വസ്തുക്കൾ വാങ്ങിച്ച് 5-10 സെന്റ് വെച്ച് വീട് വെച്ച് വിറ്റുകൊണ്ടിരുന്ന നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം സ്തംഭിച്ചു, അവരുടെ എല്ലാം പണികൾ തീർന്നു. വിദേശത്തു നിന്ന് ജോലിയില്ലാതെ വരുന്നവർ എന്തെങ്കിലും കൊച്ചു കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിന് പോലും കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് നോട്ട് നിരോധനവും കഴിഞ്ഞ് നോട്ട് നിരോധിച്ചപ്പോഴെന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇതിനെന്തെങ്കിലും തകരാറ് വന്നാൽ 50 ദിവസം കഴിയുമ്പോൾ എന്നെ ജീവനോടെ ചുട്ടുകൊല്ലാൻ. അദ്ദേഹം ചുട്ടുകൊന്നോ? 2 കോടി ചെറുപ്പക്കാർക്ക് ഓരോ വർഷവും ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര പേർക്ക് കൊടുത്തു? ഏതാണ്ട് 6ാമത്തെ വർഷമായിരിക്കുന്നു. 12 ലക്ഷം തൊഴിലാളികൾക്ക്, ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കേണ്ടതാണ്. ഈ BJP ഗവൺമെൻറ് എത്ര പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്? ഇതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിച്ചാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട മറ്റനേകം സുഹൃത്തുക്കൾ പ്രസംഗിക്കാനിരിപ്പുണ്ട്. ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താം എന്നവർ വിചാരിച്ചത് അവർക്ക് തെറ്റുപറ്റി. ഇന്ത്യയിലെ ഹൈന്ദവ സമുദായം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യം സോഷ്യലിസം ഈ രാജ്യത്ത് നിലനിൽക്കണം, ഇന്ത്യ ലോകം മുഴുവനും അംഗീകരിച്ച ഒരു രാജ്യമെന്നുള്ള നിലയിൽ ആ രാജ്യത്ത് ഹൈന്ദവ സഹോദരന്മാർ നമ്മെ ആത്മാർത്ഥമായി സഹായിക്കുന്നു. അവരുടെ കൂടെ സഹായം കൊണ്ട് ഈ പൗരത്വ നിയമ ഭേദഗതി ചുട്ടരിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി ഞാനും നിങ്ങളും കണ്ടു കാണും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആസാമിൽ കഴിഞ്ഞ എത്രയോ വർഷമായി അവിടുത്തെ ഇരുട്ടറകളിൽ പിടിച്ചടച്ചിരിക്കുന്നു. ഇവിടുത്തെ പുതിയ നിയമം വെച്ചിട്ട് 3 വർഷത്തിലധികം ആരെയും തടങ്കൽ പാളയത്തിൽ പാർക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ചിരുന്നു. പക്ഷേ ആ സുപ്രീം കോടതിയുടെ വിധി ഇന്ന് വീണ്ടും സുപ്രീം കോടതി
ആവർത്തിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തും നമ്മുടെ പ്രിയങ്കരനായ ജനകീയനുമായ MP നമ്മുടെ പ്രിയപ്പെട്ട പ്രേമചന്ദ്രൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി ഞാൻ വഴിമാറുന്നതിന് മുമ്പ് ഇന്നത്തെ സുപ്രീം കോടതി വിധി എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു മതേതര രാഷ്ട്രത്തിൽ പൗരത്വം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡം പരിഗണനാർഹമാകേണ്ടുന്ന വിഷയം സമുദായമോ മതമോ അല്ല എന്നുള്ളതാണ് താത്വികമായി രാഷ്ട്രീയമായി ഞങ്ങൾ കനത്ത വിയോജിപ്പ്, എതിർപ്പ്, പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. എന്തുത്തരം പറയാൻ കഴിയും? 2014 ഡിസംബർ 31 വരെ 2014 ഡിസംബർ 31 വരെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരിൽ 6 മതവിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് രാജ്യത്ത് തുടരാമെന്നും അവർക്ക് പൗരത്വം കൊടുക്കാമെന്നും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഇതര വിഭാഗങ്ങൾ ഒന്നുകിൽ അവർ വന്ന നാട്ടിലേക്ക് തിരികെ പോകണം, അല്ലെങ്കിൽ യൂനുസ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ച തടവറ ക്യാമ്പിൽ കഴിയണം, അതല്ലെങ്കിൽ ഇന്ത്യൻ കോടതികൾ ശിക്ഷിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ കഴിയണം. അവിടെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി, ഭാരതത്തിൻ്റെ നിയമനിർമ്മാണ ചരിത്രത്തിലാദ്യമായി ഭരണഘടനയുടെ ആമുഖ തത്വങ്ങൾക്കും അടിസ്ഥാന ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി പൗരത്വം ലഭിക്കുന്നതിന് മാനദണ്ഡമായി മതം പരിഗണനാർഹമാകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള വിയോജിപ്പ്. ഒരേ കാലയളവിൽ ഈ 3 മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഹിന്ദുക്കൾ, സിഖുകാർ, ജൈൻ, പാഴ്സി, ബുദ്ധമതക്കാർ, ക്രൈസ്തവ മതക്കാർ, ഈ 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർ അനധികൃത കുടിയേറ്റക്കാരല്ല. എന്നാൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ അനധികൃത കുടിയേറ്റക്കാരാണ്. അവർ തിരികെ പോകണമെന്ന് പറയുന്നത് മതപരമായ വിവേചനമാണ്. ഭരണഘടനയുടെ 14-ാം അനുച്ഛേദത്തിൻ്റെ തുല്യതാവകാശത്തിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഇതുതന്നെയാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇതുതന്നെയാണ് കോടതി പ്രധാനമായും പരിഗണിക്കപ്പെടേണ്ടതും. എന്താണ് ഇപ്പോൾ ഈ നിയമം പ്രാവർത്തികമാക്കുന്നതിന് അമിത്ഷായും നരേന്ദ്രമോദിയും കാണിക്കുന്ന അമിതമായ ആവേശവും തീവ്രമായ താല്പര്യവും എന്ന് പരിശോധിക്കുമ്പോൾ, ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ആസാമിലെ പൗരത്വ രജിസ്റ്റർ, അതിൻ്റെയും പേര് ദേശീയ പൗരത്വ രജിസ്റ്റർ തന്നെയാണ്. കാരണം 1985 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയും ആസാമിലെ പ്രക്ഷോഭകാരികളുമായി 1985 ഉണ്ടാക്കിയ ആസാം കരാർ അനുസരിച്ച് രൂപപ്പെട്ടതാണ് സത്യത്തിൽ ആസാമിലെ പൗരത്വ രജിസ്റ്റർ. ആസാമിലെ പൗരത്വ രജിസ്റ്റർ, അവിടുത്തെ നിയമം എന്ന് പറയുന്നത് 971, അതായത് ബംഗ്ലാദേശ് രൂപീകരിച്ച വർഷം. 1971 ജൂൺ മാസം 25 ശേഷം ആസാമിലേക്ക് കടന്നു വന്നിട്ടുള്ള സകല വിദേശികളും പുറത്തു പോകണമെന്നുള്ളതാണ് എഗ്രിമെന്റ്. അവിടെ ഹിന്ദു ആണെങ്കിൽ തുടരാമെന്ന് വ്യവസ്ഥയില്ല, അവിടെ മുസ്ലിം ആണെങ്കിൽ പുറത്തു പോകണമെന്ന് വ്യവസ്ഥയില്ല. അതൊരു മതേതര രാഷ്ട്രത്തിന് അനുരോധമായിട്ടുള്ള കരാറാണ്, എഗ്രിമെന്റാണ്, അക്കോർഡാണ്. അതാണ് 1985 ഉണ്ടാക്കിയിട്ടുള്ള രാജീവ് ഗാന്ധി ഉണ്ടാക്കിയ ആസാം അക്കോർഡ് അല്ലെങ്കിൽ ആസാം എഗ്രിമെന്റ് അനുസരിച്ച് ആസാമിലേക്ക് 71 ജൂൺ മാസം 25 ശേഷം കടന്നു വന്നിട്ടുള്ള മുഴുവൻ വിദേശികളും, ഹിന്ദു ആയിക്കൊള്ളട്ടെ മുസ്ലിം ആയിക്കൊള്ളട്ടെ, അവരെല്ലാവരും പുറത്തു പോകണമെന്നുള്ളതാണ് വ്യവസ്ഥ. ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നു 2014 ഡിസംബർ 31 വരെ ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർ, അവർക്ക് ഈ രാജ്യത്ത് തുടരാം, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഇതര വിഭാഗങ്ങൾ രാജ്യത്തിന് പുറത്തു പോകണം. അതെങ്ങനെയാണ് നീതീകരിക്കാൻ, ന്യായീകരിക്കാൻ കഴിയുക? അതുതന്നെയാണ് മൗലികമായിട്ടുള്ള പ്രശ്നം, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. മാത്രവുമല്ല, രസകരമായിട്ടുള്ള വ്യവസ്ഥ, പുതിയ പൗരത്വ നിയമ ഭേദഗതി അനുസരിച്ച് 2014 ഡിസംബർ 31 വരെ
പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനത്തിന് വിധേയമായി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് രാജ്യത്ത് പൗരത്വം കൊടുക്കാം, ഇതര വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അവൻ മുസ്ലിം. 2014 ഡിസംബർ 31 വരെ അനധികൃതമായി വിസയില്ലാതെ, പാസ്പോർട്ടില്ലാതെ, നിയമവിരുദ്ധമായി അതിർത്തി കടന്ന് ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളാണെങ്കിൽ അവർക്ക് തുടരാം. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരാണെങ്കിൽ പുറത്തു പോകണം എന്ന് പറയുമ്പോൾ മതപരമായ നഗ്നമായ വിവേചനമാണ്, ഭരണഘടനയുടെ 14-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന മതേതര രാഷ്ട്ര വ്യവസ്ഥ എന്നതിൻ്റെ അടിക്കല്ലിളക്കുന്നതാണ് BJPയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്ന പൗരത്വ നിയമം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. അതുകൊണ്ടാണ് മതേതര ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഭാരതത്തിൽ ആ മതേതര രാഷ്ട്രീയ വ്യവസ്ഥയുടെ മരണമണിയാണ് ഈ നിയമം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ പുറത്തിറക്കിയിട്ടുള്ള പൗരത്വ രജിസ്റ്റർ അനുസരിച്ച് നിങ്ങൾ പരിശോധിച്ചാൽ ആസാമിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ 19 ലക്ഷം പേരാണ്. ആ 19 ലക്ഷം, അതായത് 971 ജൂൺ 25 ശേഷം അനധികൃതമായി രാജ്യത്തേക്ക് കടന്നു വന്ന 19 ലക്ഷം പേരിൽ 13 ലക്ഷം പേർ ഹിന്ദുക്കളും 6 ലക്ഷം പേർ മുസ്ലിങ്ങളുമാണ്. അപ്പൊ ഈ 13 ലക്ഷം പേർക്ക് ഇപ്പോൾ അമിത്ഷാ പാസാക്കിയ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് തുടരാം. 6 ലക്ഷം പേർ രാജ്യത്തിന് പുറത്തു പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിയമം ഭരണഘടനാപരമായി നിലനിൽക്കത്തക്കതല്ല. ഇന്നത്തെ സുപ്രീം കോടതി വിധിയെ അല്ലെങ്കിൽ പരാമർശത്തെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, നീതിബോധമുള്ള ജഡ്ജിയുടെ ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഈ നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്യപ്പെടുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഈ നിയമം അപ്രസക്തമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഭാവിയിൽ കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയോട് കൂറും ആദരവും ഉണ്ടെങ്കിൽ എങ്ങനെ ഭരണഘടനാപരമായി ന്യായീകരിക്കാൻ, നീതീകരിക്കാൻ കഴിയും? മാത്രവുമല്ല, തുടർന്ന് പൗരത്വ രജിസ്റ്റർ ഇവിടെ എല്ലാം വിശദീകരിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പൗരത്വ നിയമ ഭേദഗതിയും കടന്ന് അടുത്ത ചുവടുവയ്പ്പാണ് പൗരത്വ രജിസ്റ്റർ. ആസാമിൽ നടപ്പാക്കിയതുപോലെ തന്നെ പൗരത്വ രജിസ്റ്റർ രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്നുള്ളതാണ് അടുത്ത പ്രഖ്യാപനം. അവിടെയാണ് പ്രശ്നം കൂടുതൽ സങ്കീർണവൽക്കരിക്കപ്പെട്ടത്. അപ്പൊ ആസാമിൽ നടപ്പാക്കിയതുപോലെ പൗരത്വ രജിസ്റ്റർ രാജ്യത്തൊട്ടാകെ നടപ്പാക്കുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നവർ ഹിന്ദുക്കളാണെങ്കിൽ അവർക്ക് ഈ രാജ്യത്ത് തുടരാം, മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് രാജ്യത്ത് തുടരാൻ കഴിയില്ല എന്ന സ്ഥിതി വന്നാൽ ഉണ്ടാകുന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥയുടെ സാധൂകരണമല്ലേ, അല്ലെങ്കിൽ അവസ്ഥ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയല്ലേ നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ NPRന്റെ എന്യൂമറേഷൻ ഫോറം? ആ എന്യൂമറേഷൻ ഫോറത്തിൽ ചോദിച്ചിരിക്കുന്ന വിവാദപരമായിട്ടുള്ള കോളങ്ങൾ നിങ്ങളുടെ ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ജനിച്ച സ്ഥലം, ജനന തീയതി, മരിച്ച സ്ഥലം, മരിച്ച കാലയളവ്. എന്തിനാ ഇത് ചോദിക്കുന്നത്? നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. 2010 എന്യൂമറേഷൻ നടന്നല്ലോ, 2011 സെൻസസിന് മുമ്പായി. 2011 സെൻസസിന് മുമ്പായി നടന്ന ദേശീയ പൗരത്വ രജിസ്റ്ററിൽ, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ ഈ വിവാദപരമായിട്ടുള്ള കോളങ്ങൾ, വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപക്ഷെ കേരളത്തിൽ നമുക്ക് അനുഭവപ്പെടില്ലായിരിക്കാം. 1947-48 കാലയളവിൽ, ഇന്ത്യ പാക് വിഭജന കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പലായനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന 10,000-കണക്കിന് പേർ, ലക്ഷങ്ങൾ. ലാൽ കൃഷ്ൺ അദ്വാനിയുടെ ജന്മസ്ഥലം പാകിസ്ഥാനിലെ ലാഹോറാണ്.
അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ജനിച്ച സ്ഥലവും ജനിച്ച തീയതിയും മരിച്ച സ്ഥലവും ചോദിച്ചാൽ അത് ലാഹോറാണ്, പാകിസ്ഥാനിലെ ലാഹോറാണ്. പക്ഷേ ലാൽകൃഷ്ണൻ അദ്വാനിക്ക് ഇന്ത്യയിൽ തുടരാം, ബിക്കോസ് ഹീ ഈസ് എ ഹിന്ദു. സമാന സ്വഭാവത്തിലുള്ള ഒരു മുസ്ലിമാണ് അയാളുടെ കുടുംബം, അയാളുടെ അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും. ലാഹോറിലാണ് അല്ലെങ്കിൽ പെഷവാറിലാണ്, ഇസ്ലാമാബാദിലാണ് അല്ലെങ്കിൽ ധാക്കയിലാണെന്ന് നോക്കുക. അവർ അവിടെയാണ് ജനിച്ചത്, അവിടെയാണ് മരണപ്പെട്ടതെങ്കിൽ അവരുടെ ജനന തീയതിയുടെ പശ്ചാത്തലത്തിൽ, അവർ ജനിച്ച സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന മുസ്ലിമാണ് കുടുംബമെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരൻ. അവർക്ക് രാജ്യത്ത് തുടരാൻ കഴിയില്ല, കാരണം ഹീസ് എ മുസ്ലിം. അപ്പൊ നിങ്ങൾ നിരന്തരം ചോദിക്കുന്നുണ്ടല്ലോ, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് പൗരത്വത്തോടുകൂടി രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ബാധകമാകുമോ? നിങ്ങൾ പറയുന്ന വ്യവസ്ഥയിൽ പൗരത്വ നിയമ ഭേദഗതി പ്രാവർത്തികമാക്കിയാൽ, ആ പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പൗരത്വ രജിസ്റ്റർ പ്രാവർത്തികമാക്കിയാൽ രാജ്യത്ത് ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭാവിയിൽ ഇത് ബാധിക്കും. ഈ വസ്തുതാപരമായിട്ടുള്ള സത്യം, ഈ വസ്തുതാപരമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിക്കുമ്പോൾ വളരെ വൈകാരികമായ വിഷയങ്ങളിലൂടെ പ്രശ്നത്തെ സങ്കീർണവൽക്കരിക്കാനാണ് ഇന്ന് BJP ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. ഡൽഹി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടു. അമിത്ഷായുടെ നേതൃത്വത്തിലായിരുന്നു പ്രചാര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അമിത്ഷായുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? ഇത് പാകിസ്ഥാനും ഹിന്ദുസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരമാണ്, ക്രിക്കറ്റ് മാച്ചാണിത്. ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി പരസ്യമായി പ്രസംഗിച്ചു, ഷഹീദ് ബാഗിൽ സമരം ചെയ്യുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും വെടിവെച്ചു കൊല്ലണമെന്ന് പരസ്യമായി പ്രസംഗിച്ചു. അനുരാഗ് സിംഗ് താക്കൂർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി. മറ്റൊരു പാർലമെന്റ് അംഗം പറഞ്ഞു, അരവിന്ദ് കെജ്രിവാൾ പാക് തീവ്രവാദിയാണ്. രാജ്യദ്രോഹികൾക്കെതിരായി വിധി എഴുതാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ ജനങ്ങൾ രാജ്യദ്രോഹികൾക്കെതിരായി വിധി എഴുതി. ആ വിധിയെഴുത്താണ് ആം ആദ്മി പാർട്ടി 62 സീറ്റുകൾ വാങ്ങി BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്നത്. അവിടെ കോൺഗ്രസ് ദുർബലപ്പെട്ടു, പരാജയപ്പെട്ടു. ആ യാഥാർത്ഥ്യമൊന്നും വിസ്മരിച്ചുകൊണ്ടല്ല ഞാനത് സൂചിപ്പിക്കുന്നത്. കാരണം മതേതര ഭരണഘടന പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അസ്തിത്വം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടണം. പ്രത്യേകിച്ചും ഇന്ത്യൻ പൗരത്വ നിയമ ഭേദഗതി പ്രധാന മുദ്രാവാക്യമായി തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ട് BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ BJP ഡൽഹി തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ 1ാം സെഷന്റെ അവസാന ദിവസമായിട്ടുള്ള 11-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ ഏകീകൃത സിവിൽ ബിൽ അവതരിപ്പിക്കുമായിരുന്നു അമിത്ഷാ. അതിനുള്ള സകല തയ്യാറെടുപ്പും നടത്തിയിരുന്നു. BJPയുടെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾക്കും 10-ാം തീയതി വൈകുന്നേരമായപ്പോൾ 3 ലൈൻ വിപ്പ് കൊടുത്തു. മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും പാർലമെന്റിൽ ഹാജരായിരിക്കണമെന്നുള്ളതാണ് 3 ലൈൻ വിപ്പ്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു. എന്താ കാരണം? കാരണം വിവാദപരമായ ഒരു ബില്ലും പാർലമെന്റിന്റെ പരിഗണനയിലില്ല. വോട്ടിംഗ് ആവശ്യപ്പെടേണ്ടുന്ന മറ്റൊരു ബില്ലും പാർലമെന്റിന്റെ പരിഗണനയിലില്ലാതിരിക്കുമ്പോൾ, സുപ്രധാനമായ ഒരു കാര്യപരിപാടിയും സജീവം പാർലമെന്റിന്റെ പരിഗണനയിൽ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് BJP അംഗങ്ങൾക്ക് വിപ്പ് കൊടുത്തത് എന്നുള്ളത് വലിയ ചർച്ചയായി. അങ്ങനെയാണ് ചില മാധ്യമങ്ങൾ വാർത്താ സംപ്രേഷണത്തിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി, 11-ാം തീയതി അവസാന ദിവസം ഏകീകൃത സിവിൽ നിയമം അവതരിപ്പിക്കും, പാസ്സാക്കും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, രാവിലെ 9 മണിയായി, 10 മണിയായി, 10:30 ആയി, 11 മണിക്കാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത്.
ഏതാണ്ട് 10:30 മണിയോടായപ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി വ്യക്തമായി വന്നു. 2/3 ഭൂരിപക്ഷത്തോടുകൂടി അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ BJP പ്രധാനമായും എതിർത്ത അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്ന അവസ്ഥ വന്നു. ഞാൻ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും മൈലക്കാട് ഷായും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ശ്രീ താജ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ, രാജ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്, സദസ്സിലുണ്ട്. നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി പറയുന്നു, ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മറിച്ചായിരുന്നെങ്കിൽ, BJPക്ക് അനുകൂലമായിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ കഴിഞ്ഞ 11-ാം തീയതി ചൊവ്വാഴ്ച ഇന്ത്യൻ പാർലമെന്റിൽ ഏകീകൃത സിവിൽ നിയമം അമിത്ഷാ അവതരിപ്പിച്ച് പാസ്സാക്കുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ 3 ലൈൻ വിപ്പ് കൊടുത്തത്? കാരണം 3:30 മണിയായപ്പോൾ 6 മണിക്കാണ് സഭ നിയമാനുസൃതമായി പിരിയേണ്ടത്. 6 മണിക്കാണ്. 6 മണിക്ക് മുമ്പ് തന്നെ 3 മണി 3:30 ആയപ്പോൾ തന്നെ സ്പീക്കർ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഇനി മാർച്ച് 2-ാം തീയതിയാണ് സെഷൻ ചേരുന്നത്. അപ്പോൾ വളരെ വ്യക്തമാണ്. അത് ഞാനിത് പറയാൻ കാരണം ഇതിന് മറുമരുന്നില്ല ഇതിനെ പ്രതിരോധിക്കാൻ. മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ യോജിപ്പിലൂടെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുക എന്നുള്ളതല്ലാതെ ഇതിൽ നമുക്ക് മറുമരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ജനാധിപത്യ മതേതര ശക്തികളുടെ ഏകീകരണത്തിലൂടെയും യോജിച്ച മുന്നേറ്റത്തിലൂടെയും മാത്രമേ രാജ്യം നേരിടുന്ന ഗൗരവതരമായിട്ടുള്ള, ബഹുമാനപ്പെട്ട മന്ത്രിയും വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സംഘാടക സമിതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ സംസാരം ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെ വീണ്ടെടുത്തുകൊണ്ട്, മതേതര ഭാരതത്തെ വീണ്ടെടുത്തുകൊണ്ട് മാത്രമേ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന, ഈ മതേതരത്വം നേരിടുന്ന കനത്ത വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. ആ പോരാട്ടത്തിൽ ഒന്നിച്ചണിനിരക്കാൻ, ഒരുമിച്ച് പോരാടാൻ, ഇത് കേവലം ഒരു മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അങ്ങനെ ഒരു പ്രശ്നമാക്കി പരിമിതപ്പെടുത്താനാണ് സംഘ് പരിവാറിൻ്റെ പിൻബലത്തോടുകൂടി BJP കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം, അവിടെ പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന ഷഹീൻ ബാഗും അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും, അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ജനങ്ങൾ മതേതര രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ സന്നദ്ധമായെങ്കിൽ ഇന്ത്യയിൽ മതേതരത്വത്തെ അപ്രസക്തമാക്കുന്ന ഏത് നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ആർജവം, കരുത്ത്, ശക്തി രാജ്യത്തിനുണ്ട് എന്ന് കാലം തെളിയിക്കും, ചരിത്രം തെളിയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോർമുഖങ്ങളിൽ, സമരമുഖങ്ങളിൽ ഒരുമിച്ച് നിന്ന് പോരാടാൻ, ഈ പ്രതിലോമകരമായിട്ടുള്ള അവസ്ഥയെ അതിജീവിച്ച് രാജ്യത്തിൻ്റെ ഐക്യവും രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ പുരോഗതിയും വളർച്ചയും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിന് ജാതി മത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്തുള്ള ഒരു യോജിച്ച മുന്നേറ്റം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്